ഹലോ എവരി വൺ. നമ്മൾ ACCയും CA ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും പോകുന്നൊരു നമുക്കറിയാവുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഓഡിറ്റ്, അക്കൗണ്ട്സ്, ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെയാണ്. ബട്ട് ഇതിൽ തന്നെ ഒരുപാട് സാധ്യതകളുള്ള മറ്റുള്ള പ്രൊഫഷൻസും ഉണ്ട്. സോ നമുക്ക് എല്ലാ എപ്പിസോഡിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഡിഫറെൻറ്റ് കരിയേഴ്സ് ആണ്. Okay, so today we have in this episode Mr. Shafiq with us. He's a commerce professional and an entrepreneur aanu. So we'll know from him our career journey endaayirunnu namukku choicharaam. Okay, let's go. Hi Shafiq, welcome to Pro Stories. Thank you. Okay, അപ്പം ഷെഫീഖിനെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ലൈക്ക് എങ്ങനെയായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തരുമോ? ഞാൻ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഫിൻസ്ക്രിപ്റ്റ് ബിസിനസ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കോഫൗണ്ടറാണ്. ഒരു കൊമേഴ്സ് പ്രൊഫഷണലാണ്. കൊമേഴ്സ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ലൈക്ക് ആ ഒരു എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ, ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ? ഞാൻ ACC ചെയ്തിട്ടുണ്ടായിരുന്നു, BCom MBA ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, നൈസ്. ഫിൻസ്ക്രിപ്റ്റ് ബിസിനസ് കൺസൾട്ടൻസി, അതിനെ കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയാമോ? എന്താണ് ഇപ്പോഴത്തെ കരിയർ? ഞാൻ ഫിൻസ്ക്രിപ്റ്റ് ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ എല്ലാവിധ ലീഗൽ കംപ്ലയൻസസും ചെയ്യുന്ന, അതിൽ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, IP ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ഫേമാണ് ഫിൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കംപ്ലയൻസ് ആയിട്ട് അല്ലേ? ഇപ്പം നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ലീഗൽ കംപ്ലയൻസ് എന്ന് പറയുന്ന വർക്ക് എന്തായിരിക്കും? കാരണം പൊതുവേ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും പഠിക്കും ലോ എന്നുള്ള ഏരിയ, അതുപോലെയാണ് ഇപ്പൊ എല്ലാവർക്കും ഫീൽ ചെയ്യുക പറഞ്ഞ ലീഗൽ കംപ്ലയൻസിന്റെ കാര്യം. അപ്പം അത് പൊതുവെ കുറെ മെജോറിറ്റി ആൾക്കാർ ഇൻട്രസ്റ്റിംഗ് അല്ലാതെ പഠിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ ഇഫ് യു ക്യാൻ ടെൽ മീ, ഒരു ലീഗൽ കംപ്ലയൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്താണ്? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു ഫീൽഡായിട്ട് ഡെഫിനറ്റ്ലി അതുകൊണ്ടായിരിക്കുമല്ലോ പെർസീവ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലീഗലി കുറെ കാര്യങ്ങൾ കംപ്ലൈ ചെയ്ത് പോകണം, ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല. അവരുടെ ബിസിനസ് സൈഡിൽ അവർ നല്ല അഗ്രസീവ്ലി ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിൻ്റെ വേറെ സൈഡിൽ അവരുടെ ലീഗലി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ചെയ്യാതെ പോകുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ നിങ്ങളുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമ്മൾ മുമ്പൊക്കെ കൊമേഴ്സ് അതല്ലെങ്കിൽ ACCA, CA, CMA ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജോബ് എന്ന് പറയുന്നതാണ്. പുതിയ കാലഘട്ടത്തിൽ ജോബ് എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഒരുപാട് പേര് സെൽഫ് എംപ്ലോയ്മെന്റ് അഥവാ ഒരു സ്വന്തമായിട്ടുള്ള ബിസിനസ് അതല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ രജിസ്ട്രേഷൻസ്, അതിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഫുൾ ഗൈഡൻസും കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ലീഗൽ കംപ്ലയൻസ്, യെസ്, എനിക്ക് തോന്നുന്നു ഷെഫിക്ക് ACC ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചില എന്താ പറയുക, നമ്മൾ തുടക്കം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, LLC എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇന്റർനാഷണൽ വേർഷൻ പഠിക്കുന്നുണ്ട്. സോ കുറച്ചും കൂടി നമുക്കറിയാം ഇന്ത്യയുടെ സിസ്റ്റം അത്യാവശ്യം ലീഗൽ ആൻഡ് ടാക്സേഷൻ സിസ്റ്റംസ് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ആ ഒരു ഏരിയ ആണ് ഈ ലീഗൽ കംപ്ലയൻസ് എന്ന് പറയുന്നത്. സോ അപ്പാർട്ട് ഫ്രം ലീഗൽ കംപ്ലയൻസസ് വേറെ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇതിനകത്ത് ഇന്റേണൽ ഓഡിറ്റിംഗ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇതൊക്കെയാണ് ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്നത്. നമ്മൾ ACCയെ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എൻറ്റയർലി നമ്മളുടെ ഇന്ത്യൻ വർക്ക് കൾച്ചറിൽ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇന്ത്യയിലുള്ള ടാക്സ്, ഇന്ത്യയിലുള്ള ലോ, അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബിസിനസ് സെറ്റപ്പുകൾ. അപ്പം ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ കൺസൾട്ടൻസി ഫേമിലേക്ക് വരുന്ന സമയത്ത്. കാരണം ഞാൻ ACCയെ പഠിച്ച് ഇറങ്ങിയ സമയത്ത് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇപ്പോഴും നമ്മൾ ACCയുടെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു GSTയുടെ ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ACCയെ ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയില്ല, കാരണം അവർ പഠിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് നീ ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിങ് മേഖലയിൽ നിന്ന് പഠിച്ചിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ലേ എന്നുള്ള ഒരു പുച്ഛം പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്.
പലപ്പോഴും അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ നമ്മള് എന്താ പറയാ ഇത് അതല്ല, ഇത് ഇന്റർനാഷണൽ വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. യെസ് യെസ് ഓക്കെ. അപ്പം ഡെഫിനറ്റ്ലി അപ്പൊ ഇന്റേണൽ ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ലീഗൽ കംപ്ലയൻസസ് എക്സെട്ര എന്ന് പറയാം. നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്റിലാണ്. യെസ്, ഇന്റേണൽ ഓഡിറ്റിൽ നമ്മൾ ഒത്തിരി ക്ലയൻസ് ഉണ്ട്. നമ്മൾ റെഗുലർ ആയിട്ട് റീറ്റൈനർഷിപ്പ് ബേസിസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഞാനിപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പം ഇന്റേണൽ ഓഡിറ്റ് ആണെങ്കിലും ടാക്സേഷൻ ഇപ്പൊ എല്ലാം ഇന്ത്യൻ ബേസ്ഡ് ആണല്ലോ. അപ്പം ഏത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചുകൂടി നല്ലത്? ഇപ്പം നമുക്കറിയാം ഇന്റർനാഷണൽ കോഴ്സസും ഉണ്ട്, ഇന്ത്യൻ കോഴ്സസ്. ഡെഫിനറ്റ്ലി എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് ഇന്ത്യൻ കോഴ്സുകാർക്കായിരിക്കും കുറച്ചുകൂടി സെറ്റ് ആക്കാൻ പറ്റും. പക്ഷെ US വേർഷൻസ്, ഐ മീൻ US UK അല്ലെങ്കിൽ ACC ഒക്കെ പോലെ ഗ്ലോബൽ ആയിട്ടുള്ള കോഴ്സസിനും ആൾക്കാർക്കും ഇത് ചെയ്യാൻ കഴിയും. എന്തായിരിക്കും ഈ ഒരു ഫീൽഡിൽ പെർസ്യൂ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ? ഒബ്വിയസ്ലി ഇന്ത്യൻ കോഴ്സുകൾ ചെയ്ത ആളുകൾക്കായിരിക്കും ഇന്റേണൽ ഓഡിറ്റിലൊക്കെ, സ്പെഷ്യലി ഇവിടുത്തെ ഇന്റേണൽ ഓഡിറ്റിലൊക്കെ ഒന്നും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിന്റെ ടാക്സ് കംപ്ലയൻസ് പാർട്ടും കൂടി വരുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും കൂടി ഐഡിയ ആയിരിക്കും ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ചെയ്ത ആളുകളായിരിക്കും കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. പക്ഷെ ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്ത നമ്മുടെ ഇവിടെ വർക്ക് ചെയ്ത കുറെ ACCA അതല്ലെങ്കിൽ CMA USA ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഈ ഒരു മേഖലയിൽ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്ത് നല്ല. യെസ്, ഞാൻ ACCA കോഴ്സ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൺസൾട്ടൻസി ഫേം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യൻ കോഴ്സ് ഞാൻ BCom ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് BCom ഡിസ്റ്റൻസ് ആയിട്ട് ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് ഏതൊരു കാര്യത്തിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. കാരണം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇവിടെ നമ്മൾ ടീം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടീമാണ്, ഏകദേശം 20 എംപ്ലോയീസ് ഉള്ള ഒരു ടീമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളിവിടെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ ഒബ്വിയസ്ലി നോക്കും, ബട്ട് ക്വാളിഫിക്കേഷൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുന്നത് ഇവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇവർ പഠിക്കാൻ റെഡിയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണ് ഒന്നാമത് നോക്കുക. പഠിക്കുന്ന കാര്യങ്ങളിൽ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ആളുകൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഷിഫിക്ക് ഏത് ഇയർ ആയിരുന്നു ACCA പെർസ്യൂ അല്ലെങ്കിൽ ഒരു +2 പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു വർഷം എപ്പോഴായിരുന്നു? ഞാൻ 2011 ഞാൻ ACCA ജോയിൻ ചെയ്യുന്നത്. ബട്ട് ഞാനൊക്കെ ACCA കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരുപാട് ബ്രേക്ക് എടുത്തിട്ടാണ്. ഞാൻ ACCA പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്രേക്ക് എടുത്തായിരുന്നു. ACCAയിൽ എക്സാം എഴുതൂല, ബട്ട് കുറെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറെ ബ്രേക്ക് എടുത്തിട്ടായിരുന്നു ACCAക്ക് ഞാൻ ACCA ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എവിടെയോ ഒരു സ്പാർക്കോ ഫയറോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഐ കുഡ് ആസ്ക്, ഇപ്പം ഫ്രം ഇപ്പൊ ACCA പെർസ്യൂ ചെയ്തു, ഇത്ര ക്രൈസിസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സോ അവിടെ നിന്ന് ഇപ്പം ഇതുപോലൊരു എന്താ പറയാ ഫിൻസ്ക്രിപ്റ്റ് ബിസിനസ് കൺസൾട്ടിങ് ഫേമിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഹൗ വാസ് ദ ജേർണി? എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? നമ്മുടെ ലൈഫിൽ കുറെ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഞാനും ഇതേപോലെ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. കാരണം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഒരു ബിലോ ആവറേജ് ഫാമിലി ആയിരുന്നു. ഉപ്പ ഒരു ചായക്കടയായിരുന്നു ഉണ്ടായിരുന്നത്, ചെറിയൊരു തട്ടുകട. ഉമ്മാക്ക് വേറെ ഏണിങ്സ് ഒന്നുമില്ല. അപ്പം എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് 10th കഴിഞ്ഞ സമയത്ത് ഉപ്പ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ നിനക്ക് എന്ത് ചെയ്യാം, ഫെർദർ സ്റ്റഡീസ് നടത്താം, അതല്ലെങ്കിൽ നിനക്ക് വർക്കിന് പോവാം. ഫെർദർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എൻ്റെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ് ഉപ്പ പറഞ്ഞത്. പക്ഷെ അന്ന് എൻ്റെ ഉപ്പ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഉപദേശമായിരുന്നു, നീ എന്ത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും അതിൻ്റെ പ്ലസും മൈനസും അനുഭവിക്കാനുള്ളത് നീയാണ്. അതുകൊണ്ട് നിനക്ക് ഏത് കാര്യവും തീരുമാനിക്കാം. കാരണം അത് ഞങ്ങളൊന്നും ഒരു സമയം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എപ്പോഴും എന്ത് ചെയ്യണം, ചിന്തിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം മുതൽ ഈ 10th കഴിഞ്ഞത് മുതൽ ഞാൻ ഒരു സ്വയം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് എൻ്റെ ഉപ്പയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, +1 ഞാൻ +2 ശേഷം +1 പഠിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്തിട്ടാണ് എൻ്റെ +1 +2 കംപ്ലീറ്റ് ചെയ്തത്. ACCAക്ക് വരുമ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പാർട്ട് ടൈം വർക്കുകൾ ചെയ്തിട്ടായിരുന്നു ACCAയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു എക്സാം ഫെയിൽ ആകുമ്പോഴത്തേക്ക് തന്നെ മാനസികമായിട്ട് തളരുന്ന ഒരു അവസ്ഥയിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ACCA ആണ്, CA ആണ്, അല്ലെങ്കിൽ CMA ആണ്,
ഫെയിൽ ആവുന്നതൊക്കെ സ്വാഭാവികമാണ്. ബട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതൊരു എന്താ പറയാ, എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനൊക്കെ എടുക്കാൻ പറ്റുന്നൊരു വളരെ നല്ലൊരു ഉപദേശമാണ്. കാരണം ഒരു ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് എന്താ പറയാ, ഇതൊരു ഇങ്ങനത്തെ ഒരു കോഴ്സ് ആയതുകൊണ്ട് ഫെയിലിയേഴ്സ് ആർ വെരി മച്ച് പോസിബിൾ. അപ്പം നമ്മൾ നമ്മുടെ ഫെയിലിയേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞ പോലെ ഷെഫീഖിനെ പോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർ സ്വയം നമുക്ക് ടീച്ചേഴ്സിന് ഒരു മോട്ടിവേഷനാണ് സ്റ്റുഡൻസിനെ കാണുമ്പോൾ. അവർ സ്വയം വർക്ക് ചെയ്യാൻ നോക്കും, ബ്രേക്ക് എടുക്കുന്നത് ഇപ്പോഴും അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ സെയിം ടൈം മോട്ടിവേഷൻ കുറച്ച് കമ്മിയായി പോകുന്ന കുട്ടികളുണ്ട്. സോ അവർ എന്താ പറയാ, ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയാ, നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. നമ്മളെ മുമ്പിൽ എപ്പോഴും എക്സ്ക്യൂസസ് ഉണ്ടാവും. ആ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ച് നമ്മൾ അതൊരു റീസൺ ആക്കി പോവുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ എവിടെ എത്തൂല. നമ്മൾ ആ എക്സ്ക്യൂസസ് ഉണ്ടായിട്ട് ആ എക്സ്ക്യൂസസിനെ ഓവർകം ചെയ്യുമ്പോഴേ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് പോവുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ഉപ്പ തന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക്, എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. എൻ്റെ ഉപ്പ ഒരു കാര്യത്തിലും ഏത് +1 ഏത് ചെയ്യണം, അല്ലെങ്കിൽ +2 ശേഷം ACCA വേണോ, BCom വേണോ, ജോലിക്ക് പോകണോ, ഇതിലൊന്നും എൻ്റെ ഉപ്പ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ പാരൻസ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫ്രീഡം കിട്ടിയത് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം വാട്ട് ക്വാളിറ്റി ഡു യു തിങ്ക് ഷെഫീഖിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നൊരു സ്വയം പൊക്കാനുള്ള ഒരു അവസരമാണ്, എന്നാലും ഒരു സ്വയം നന്നായിട്ടൊരു ക്വാളിറ്റി, എന്ത് ക്വാളിറ്റി ആയിരിക്കും ഒരു ഓൺടർപ്രണറിനോ അല്ലെങ്കിൽ ഒരു ആസ്പയറിംഗ് പ്രൊഫഷണലിൽ വേണ്ടത്? ഞാൻ 0 ഇയർ എക്സ്പീരിയൻസിലാണ് ഫിൻസ്ക്രിപ്റ്റിൽ വരുന്നത്. ഫിൻസ്ക്രിപ്റ്റ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് റിലവൻറ്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ബട്ട് ഞാൻ അവിടുന്ന് ഞാൻ പഠിച്ചത്, ഞാൻ എല്ലാം വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ കുറേ എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിക്കും. ആ നന്നായിട്ട് വായിച്ചതിൽ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, എൻ്റെ പേഴ്സണൽ ഗ്രോത്തും എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. Okay, അപ്പം റീഡിംഗ് ഹാബിറ്റ്സ്, ലേണിംഗ് ഹാബിറ്റ്, യു ഹാവ് ടു കീപ് ഓൺ ലേണിംഗ്. ഇതിപ്പം ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിനോട് പറയാം, ACCA അല്ലെങ്കിൽ CA ഒക്കെ കഴിഞ്ഞാലും പഠിക്കാനുണ്ടോ, യു വിൽ ഹാവ് ടു അപ്ഡേറ്റ് അല്ലേ. പ്രത്യേകിച്ചും നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ അപ്ഡേഷൻസ് നമ്മൾ അറിയുന്നില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ക്ലയന്റ് വന്നിട്ട് ഒരു പുതിയ റീസെന്റ് അപ്ഡേറ്റ് എന്നോട് പറയുമ്പോൾ എനിക്കത് അറിയില്ലെങ്കിൽ ഞാൻ ആ ക്ലയന്റിന്റെ മുന്നിൽ വളരെ ഒരു അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു ഫീല് വരികയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പഠിക്കണം. അത് കൺസൾട്ടന്റ് ആയിക്കോട്ടെ, വർക്കിംഗ് നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സീനിയർ ഇങ്ങനെയുള്ള ഒരു അപ്ഡേഷൻസ് പറയുന്ന സമയത്ത് നമുക്കത് അറിയാം, നമ്മളത് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് അപ്ഡേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും, അതല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് സീനിയേഴ്സ് ഉണ്ടാവുന്ന അവർ ഈ കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നത് വേറെ രൂപത്തിലായിരിക്കും. അത് അവരുടെ ഒരു പ്രൊഫഷണൽ കരിയർ ഗ്രോത്തിൽ എന്ത് ചെയ്യും, അത് നന്നായിട്ട് അത് അവർക്ക് ഉപകാരം ചെയ്യും. ഇപ്പൊ ഫിൻസ്ക്രിപ്റ്റിൽ തുടക്കമേ തന്നെ ഇപ്പം എങ്ങനെയായിരുന്നു ഫിൻസ്ക്രിപ്റ്റുമായിട്ടുള്ള സ്റ്റാഫായിട്ടാണോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ കോ-ഫൗണ്ടർ ആയിട്ടാണ് ഫിൻസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും റഷാദ് സർ എന്ന് പറയുന്ന എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഫിൻസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിൻസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഒരു മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് 650 രൂപയുടെ റവന്യൂ ആണ്, ഒരു മാസത്തെ റവന്യൂ. ആ ഒരു രൂപത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കോഴിക്കോട് ചെറിയ ഒരു 150 സ്ക്വയർ ഫീറ്റ് ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. 2022 ഞങ്ങൾ എന്ത് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 ഞങ്ങൾ ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള കോഴിക്കോട്ട് അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ഓഫീസിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രൊഫഷണൽസിനെ ഡേ ടു ഡേ ബേസിസിൽ കാണുന്ന ഷെഫീഖിന് ഒരു എംപ്ലോയർ പെർസ്പെക്റ്റീവില് എന്തൊക്കെയായിരിക്കും കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ? നമ്മളിവിടെ പൊതുവെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കൊമേഴ്സ് പ്രൊഫഷണൽസ് ആണ്. ബട്ട് അവർക്ക് പഠിച്ചതല്ലാണ്ട് അതിലുള്ള എക്സ്ട്രാ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒന്നും ഇവർക്ക് അറിയില്ല. നമ്മളൊരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് എക്സൽ യൂസ് ചെയ്യാൻ അറിയില്ല, അവർക്ക് പ്രോപ്പറായിട്ട് ഒരു പവർ പോയിന്റ് യൂസ് ചെയ്യാൻ അറിയില്ല.
അവർക്ക് പ്രോപ്പറായിട്ടുള്ള ബാക്കിയുള്ള വേർഡോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് അറിയുന്നില്ല. ഇത് ശരിക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പം നമ്മളൊരു ജോബിന് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചതിൻ്റെ അപ്പുറം ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഉണ്ടാവണം. ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലേ ഒരു എംപ്ലോയറെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കുട്ടികൾ ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഇതുപോലുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് ജോയിൻ ചെയ്യുന്നത് ജോബ് പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് ജോബിന് കയറണം അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റിലാണ്. പക്ഷെ ഇപ്പം ഏകദേശം ഇങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കാം. ഇപ്പം എന്താ പറയാ, ഒരുപാട് പേര് സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് പോകുന്നുണ്ട്, അതായത് ഓൺടർപ്രണർഷിപ്പ്. അപ്പം എനിക്ക് തോന്നുന്നു റീസെന്റ് നമ്മൾ ഇവിടെ ഒരു ഇഫ്താറിനൊക്കെ പോയപ്പം അത് ഫുൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ACC പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള ACC സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ വിവേറിലേക്ക് നമുക്ക് മറ്റേ പ്രൗഡ് മൊമെന്റ്. അപ്പം അതുപോലെ ഒരുപാട് ഇപ്പം അവിടെ ഇവിടെയൊക്കെ കാണാം. ACC ആണെങ്കിലും CMA ആണെങ്കിലും എല്ലാവരും ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു അലുമിനായി അല്ലെങ്കിൽ ഒരു സീനിയർ എന്നുള്ള രീതിയിൽ ഷെഫീഖിന് എല്ലാവരോടും ഇനിയിപ്പോൾ പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും പെർസീവ് ചെയ്യുന്നവരോടൊക്കെ കൂടിയിട്ട് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ഞാൻ മുമ്പൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരാളുടെ ഒരു എന്താവണം എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഉത്തരം, എനിക്കൊരു MNCസിൽ അല്ലെങ്കിൽ നല്ല കമ്പനിയിൽ പ്ലേസ്ഡ് ആവണം എന്നുള്ള രൂപത്തിലായിരുന്നു ACCയെ ചൂസ് ചെയ്യുന്നത്. രണ്ടാമത് എന്തിനെ ACCയെ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബെറ്റർ എംപ്ലോയ്മെന്റ് കിട്ടാനാണ് എന്ന് പറയുന്ന രൂപത്തിലായിരുന്നു മുമ്പ് സ്റ്റുഡൻസ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ACCയെ എങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്നുള്ള രൂപത്തിലേക്ക് പുതിയ കാലത്ത് സ്റ്റുഡൻസ് എന്ത് ചെയ്യാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാൾ എംപ്ലോയി ആയി കഴിഞ്ഞാൽ അയാൾ എംപ്ലോയി ആയി മാത്രമാണ്. ഓൺട്രപ്രണർഷിപ്പ്, ഒരാൾ ഓൺട്രപ്രണർ ആവുന്നുണ്ടെങ്കിൽ അയാൾ വേറെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ്. അപ്പം അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് നമ്മളുടെ യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഫുൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മളുടെ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം, ഓൺടർപ്രണർഷിപ്പിലേക്ക് വരണം. അപ്പോൾ പുതിയ തലമുറ, പ്രത്യേകിച്ചും നമ്മളുടെ ACCയെ കൊമേഴ്സ് പ്രൊഫഷണലുള്ള ആളുകൾ ഈ ഒരു രൂപത്തിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ ഓൺടർപ്രണർഷിപ്പ്, പുതിയ ബിസിനസ് ഐഡിയാസിലൊക്കെ വരുന്നുണ്ട്. റീസെൻ്റ്ലി നമ്മുടെ തന്നെ ഒരു ക്ലയൻ്റ് ആയിരുന്നു ഇൻ്റർവെല്ല്. അവരെ കുറിച്ചിട്ട് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആ ഇന്റർവെല്ലിന്റെ ഒരു കോ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു ACCയെ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ജേർണിയിലേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും അത് ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്ന ആൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ കഴിയും. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു 9 to 7 അല്ലെങ്കിൽ 9 to 8, ഒരു കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഒരു 9 to 8 ഒക്കെ ആയിരിക്കും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ 24/7 എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, കുറച്ചും കൂടി ഈസി ആണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഒക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും. ബട്ട് ഇത് 24/7 എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഷെഫീഖിന്റെ ഉപ്പാനെ പോലെ തന്നെ ഉള്ളൊരു അഡ്വൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രോസും കോൺസെപ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം. ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് ഇത് ബിസിനസ്സുകാരനായി ഭയങ്കര സെറ്റപ്പ് ആയി എന്ന് വിചാരിക്കാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോഴാണ് ആ 9 to 5 ജോബ് ആയിരുന്നല്ലോ കുറച്ച് എളുപ്പം ചില ആൾക്കാർക്ക് തോന്നും. സോ യു ഹാവ് ടു അക്സെപ്റ്റ്, അല്ലെ, ഇതുണ്ട്, ഇതിന് ഇത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ അതിന് സക്സസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിയും. അപ്പം ഇന്നത്തെ ഒരു ടോക്കിൽ അത്യാവശ്യം നമുക്ക് ലീഗൽ കംപ്ലയൻസ് എന്താണെന്നും ഇന്റേണൽ ഓഡിറ്റിങ്ങിനെ കുറിച്ചും പിന്നെ നമുക്ക് ഒരു ഷെഫീഖിന്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാൻ കഴിഞ്ഞു. ഹൗ ലൈക്കിനോ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് ഇപ്പം ഒരു സ്വന്തമായിട്ട് ഒരു ഓൺടർപ്രണർഷിപ്പിൽ ലൈക്കിനോ ഹീസ് എൻ ഓൺടർപ്രണർ നൗ. ഫിൻസ്ക്രിപ്റ്റ് ബിസിനസ് കൺസൾട്ടിങ്ങിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഷെഫീഖ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ടോക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. വെൽക്കം.